എന്റെ മക്കളെ, ഇങ്ങ് വന്നേ. അമ്മൂമ്മയുടെ അടുത്ത് ചേർന്നിരുന്നേ. കണ്ണുകളൊക്കെ അടച്ചു തുടങ്ങിയല്ലോ. നല്ല ഉറക്കം വരുന്നുണ്ടല്ലേ? ശരി ശരി, ഇന്ന് അമ്മൂമ്മ എന്റെ ചക്കരക്കുട്ടികൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. പണ്ട് പണ്ടൊരിടത്ത് ഒരു വലിയ കാടിന്റെ നടുത്ത് ഒരു കുഞ്ഞു മുയലിന്റെ കഥ. അവന്റെ പേരായിരുന്നു ചിന്നൻ. പഞ്ചസാര പോലെ വെളുത്ത രോമവും ചെമ്പരത്തിപ്പൂ പോലെ ചുവന്ന കണ്ണുകളും എപ്പോഴും എന്തെങ്കിലും അറിയാൻ തിടുക്കം കൂട്ടുന്ന രണ്ട് വലിയ ചെവികളും. അതായിരുന്നു നമ്മുടെ ചിന്നൻ മുയൽ. ചിന്നനൊരു പേടിയുണ്ടായിരുന്നു. എന്താണെന്നോ? ഇരുട്ടിനെ. സന്ധ്യയായാൽ മതി, അമ്മ മുയൽ അവനെ മാളത്തിലേക്ക് വിളിക്കും. പക്ഷെ ചിന്നനെ പുറത്ത് നക്ഷത്രങ്ങളെ നോക്കി കളിക്കാനായിരുന്നു ഇഷ്ടം. ഒരു ദിവസം രാത്രി ചിന്നൻ അമ്മ കാണാതെ പതിയെ മാളത്തിന് പുറത്തിറങ്ങി. ആകാശത്തായിരം കുഞ്ഞു കണ്ണുകൾ ചിമ്മുന്നതുപോലെ നക്ഷത്രങ്ങൾ, പിന്നെ ഒരു വെള്ളിത്താളിക പോലെ അമ്പിളിമാമനും. ഹായ്, എന്ത് രസം! ചിന്നൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവനങ്ങനെ കളിച്ചു നടക്കുന്നതിനിടയിൽ ദൂരെ ഒരു മരത്തിന്റെ ചുവട്ടിൽ എന്തോ ഒന്ന് വെട്ടിത്തിളങ്ങുന്നത് കണ്ടു. മിന്നി മിന്നി മായുന്നു. ചിന്നന് പേടിയായി. അയ്യോ, അതെന്താ അങ്ങനെ തിളങ്ങുന്നത്? അവന് പേടിയുണ്ടായിരുന്നെങ്കിലും എന്താണെന്നറിയാനുള്ള ആഗ്രഹം പേടിയേക്കാൾ വലുതായിരുന്നു. അവൻ കാലൊച്ച ഉണ്ടാക്കാതെ പതുങ്ങി പതുങ്ങി അങ്ങോട്ട് ചെന്നു. അവിടെ എത്തിയപ്പോൾ ചിന്നൻ അത്ഭുതപ്പെട്ടുപോയി. അതൊരു കുഞ്ഞു മിന്നാമിനുങ്ങായിരുന്നു. അതിന്റെ കുഞ്ഞു ശരീരത്തിൽ നിന്നും സ്വർണം പോലുള്ള വെളിച്ചം വരുന്നു. ചിന്നൻ ചോദിച്ചു, കൂട്ടുകാരാ, നിനക്കിരുട്ടിനെ പേടിയില്ലേ? നീ എങ്ങനെയാ ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് പറന്നു നടക്കുന്നത്? മിന്നാമിനുങ്ങ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കെന്തിനാ പേടി? എന്റെ വെളിച്ചം എനിക്ക് കൂട്ടില്ലേ? ഈ വെളിച്ചം കൊണ്ട് ഞാൻ എനിക്കു മാത്രമല്ല, വഴിതെറ്റിയ മറ്റു ചെറുപ്രാണികൾക്കും വഴികാട്ടാറുണ്ട്. അത് കേട്ടപ്പോൾ ചിന്നനൊരു കാര്യം മനസ്സിലായി. അവൻ അമ്പിളിമാമനെ നോക്കി. അമ്പിളിമാമൻ ലോകം മുഴുവൻ വെളിച്ചം കൊടുക്കുന്നു. നക്ഷത്രങ്ങളെ നോക്കി. അവരും ദൂരെയിരുന്ന് കുഞ്ഞു വെളിച്ചം തരുന്നു. ഈ കുഞ്ഞു മിന്നാമിനുങ്ങ് അതിന്റെ സ്വന്തം വെളിച്ചം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നു. അപ്പോൾ ഇരുട്ട് പേടിക്കേണ്ടൊന്നല്ലല്ലോ. ഇരുട്ടിലും സ്നേഹത്തിന്റെ വെളിച്ചമുണ്ടാകും. ചിന്നൻ മിന്നാമിനുങ്ങിനോട് യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ അവന്റെ മാളത്തിലേക്ക് തിരികെ ഓടി. അന്നു രാത്രി അവൻ അമ്മയുടെ അടുത്ത് ചേർന്ന് കിടന്നപ്പോൾ പുറത്തെ ഇരുട്ടിനെ നോക്കി പുഞ്ചിരിച്ചു. കാരണം അവന്റെ മനസ്സിലെ പേടിയെന്ന ഇരുട്ട് മാഞ്ഞുപോയിരുന്നു. പകരം സ്നേഹത്തിന്റെയും ധൈര്യത്തിന്റെയും ഒരു കുഞ്ഞു വെളിച്ചം അവിടെ തിളങ്ങാൻ തുടങ്ങിയിരുന്നു. അതുപോലെ എന്റെ മക്കളുടെ ഉള്ളിലുമുണ്ട് സ്നേഹത്തിന്റെ ഒരു വലിയ വെളിച്ചം. അതുകൊണ്ട് ഒന്നിനെയും പേടിക്കേണ്ട, കേട്ടോ? ഇനി കണ്ണുകളടച്ച് മെല്ലെ ഉറങ്ങിക്കോളൂ. നല്ല സ്വപ്നങ്ങൾ കണ്ട്. ശുഭരാത്രി എന്റെ ചക്കരക്കുട്ടികളെ. കൂടുതൽ കഥകൾ കേൾക്കാൻ ക്രാഫ്റ്റ് സ്റ്റോറി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.